ഹായ് നമസ്കാരം. അപ്പോൾ കോന്നീർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അബുദാബിയിലെത്തി. അബുദാബി നമ്മുടെ ബാല്യകാല സുഹൃത്ത് അഭിലാഷിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അഭിലാഷാണ് ഇവിടുത്തെ നമ്മുടെ ഗൈഡ്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഗ്രാൻഡ് മോസ്ക് കാണാനാണ് വന്നേക്കുന്നത് അല്ലേ. അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് കാണാനെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഇതാ രണ്ട് ഹായ് പറഞ്ഞേ. ഇതാ അഭിലാഷിൻ്റെ രണ്ട് മക്കളുണ്ട്. ഹായ്. ഇതാ നമ്മുടെ ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയിട്ടില്ല, അവിടെ ഇങ്ങനെ വെളി വന്ന് നിൽക്കുകയാണ്. എൻട്രൻസ് ഒക്കെ നോക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടു ഈ സൈഡിൽ. പക്ഷെ നമുക്ക് ഇതിലേക്കൂടെ എൻട്രൻസ് ഇല്ല. ഇപ്പം പുതിയ എൻട്രൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ഗ്ലാസ് ബിൽഡിംഗ് ഉണ്ട്. അതിനടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ടാണ് വരേണ്ടത്. മുമ്പ് അങ്ങനെ എല്ലാവരും ഇതിലേക്ക് കയറാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അപ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാസേജിലേക്കാണ് നമ്മൾ പോകുന്നത്. മോസ്ക് അവിടെയാണ്. അവിടുന്ന് നേരെ ഈ ഭാഗത്തേക്ക് നമുക്ക് വരണം. ഗൈസ്, അപ്പം നല്ല ദൂരമുണ്ട് കേട്ടോ. ആ പള്ളിയുടെ അവിടുന്ന് നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് പാസേജിൻ്റെ അവിടേക്ക് പോകാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങ് ഫസ്റ്റ് നമുക്ക് അവിടേക്കാണ് നമ്മൾ പോയത്. പക്ഷേ തിരിച്ച് നടക്കേണ്ടി വന്നു. പക്ഷേ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് കയറിയാൽ മതിയായിരുന്നു. നമുക്കറിയാതെ പറ്റിയതാണ്. കുറേ അങ്ങോട്ട് നടന്നു, തിരിച്ച് അതുപോലെ ഇവിടെ നടന്നു. നമുക്ക് ഇതുവഴി വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ട് പോകണം. താഴോട്ട് പോകുമ്പോൾ കുറച്ച് ഷോപ്പുകളൊക്കെയാണ് കാണുന്നത്. അപ്പം ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ പള്ളിയുടെ അവിടേക്ക് പോകാനുള്ളൊരു എൻട്രൻസ് ഉണ്ട്. അപ്പം ഈ എൻട്രൻസ് മുഴുവൻ ഇതെല്ലാം പിന്നെ ഷോപ്പുകളാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അഭയൊക്കെ ഇട്ടുകൊണ്ട് കയറാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഷാളിട്ടാലും മതിയെന്ന് തോന്നുന്നു തലയിൽ. എന്തായാലും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ അഭയ കരുതിയിട്ടുണ്ടായിരുന്നു. അതിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാനൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. അടിപൊളി ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പാസും കാര്യങ്ങളൊക്കെ വേണം. അത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അവർ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ നീളമുള്ള ഒരു ഇടനാഴിയാണ്. അപ്പം അതിൽ എസ്കലേറ്റർ വഴി നമുക്ക് പോകാം. പിന്നെ തീരെ വയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ കാറുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് പൈസ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. പിന്നെ അതിൻ്റെ ഇരുവശങ്ങളുള്ള വാളുകളൊക്കെ നല്ല ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. എന്തായാലും നമ്മൾ അതിൻ്റെ മുകളിൽ വന്നു. സൂര്യനൊക്കെ അസ്തമിക്കാറായി വരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഓൺലൈൻ പാസും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ട് അവിടെ കുറച്ച് സമയം എടുത്ത് തന്നെയാണ് നമ്മൾ ഓൺലൈൻ പാസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. സമയം ഒട്ടും കളയുന്നില്ല. കുറേയേറെ നേരം നമുക്ക് എടുക്കും ഇതൊന്നും നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ. കുറേയേറെ നടക്കാനുണ്ടെന്നാണ് അഭിലേഷ് പറയുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ തൂണുകളൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ആ തൂണുകളിലൊക്കെ പുഷ്പങ്ങളുടെ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അതെല്ലാം ഗ്രാനൈറ്റും മാർബിളും ഒക്കെയാണ്.
അതുപോലെ ഇവിടുത്തെ ചാൻഡിലിയർ ലൈറ്റുകളൊക്കെ അടിപൊളിയാണ് കാണാൻ. ഇവിടുത്തെ ചാൻഡിലിയർ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ചാൻഡിലിയർ ലൈറ്റാണ് ഇവിടെ ഉള്ളത്. 12 ടൺ ഭാരമുണ്ടെന്നാണ് പറയുന്നത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലും ഓടും അതുപോലെ 24 ക്യാരറ്റ് ഗോൾഡും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു. എന്തായാലും 12 ടൺ ഭാരമുണ്ട്. അത് അതിമനോഹരമാണ് അത് കാണാൻ കൊണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ചാൻഡിലിയർ ലൈറ്റാണിത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാർപ്പറ്റാണ്. ഇതും ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ട് നിർമ്മിച്ച കാർപ്പറ്റാണ്. പിന്നെ ഇവിടുത്തെ തൂണുകളൊക്കെ കാണാനെ കൊണ്ട് നല്ല ഭംഗിയാണ്. തൂണുകളിലെല്ലാം നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാളുകളിലെല്ലാം മുമ്പ് കണ്ടതുപോലെ. പിന്നെ ഇവിടുത്തെ ലൈറ്റുകൾ കാര്യങ്ങൾ നല്ല പാസേജാണ്. കണ്ടില്ല, 2 സൈഡിലും തൂണുകൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കാണാനെ കൊണ്ട്. പിന്നെ നിസ്കാര ടൈം കാര്യങ്ങളൊക്കെ ക്ലോക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അകത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്നു. നേരെ സന്ധ്യ ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എന്തായാലും ഇത്രയും നേരം നടന്നുകൊണ്ട് നമുക്ക് നടക്കാൻ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി. എന്തായാലും നമ്മൾ ഇലക്ട്രിക്കൽ കാറിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം നമ്മൾ കുറച്ച് ദൂരെ വരെ ഇലക്ട്രിക്കൽ കാറിന് പോകും. പിന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ നടന്നും എസ്കലേറ്ററായിട്ടൊക്കെ നമുക്ക് പോകേണ്ടി വരും. അകത്ത് മൈക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. ക്യാമറ അലൗഡ് ആയിരുന്നു. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് വന്ന് പുറത്തേക്കുള്ള വഴിയാണ്. ഒത്തിരി സിസ്റ്റങ്ങൾ ഇവിടുന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് ഇത്. പിന്നെ ഈ അണ്ടർഗ്രൗണ്ട് പാസേജിൻ്റെ ഇരുവശങ്ങളിലും നിറയെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് നടന്നാൽ ബോറടിക്കത്തില്ല. കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ അബുദാബി വരുന്നവർ തീർച്ചയായിട്ടും ഗ്രാൻഡ് മോസ്ക് കാണാൻ മറക്കരുത്. ഒരു നല്ല അനുഭവമായിരിക്കും.
തീർച്ചയായിട്ടും അത് കാണണം. എന്താ കണ്ടില്ലേ, കാർപ്പറ്റിൻ്റെയൊക്കെ ഒരു ഷോപ്പുകൾ ഒന്നല്ല, ഇതുപോലെ ഒത്തിരി ഷോപ്പുകളുണ്ട്. അടിപൊളിയായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി കേട്ടോ. എത്ര നല്ല രസമായിട്ടാണ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാസേജൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നോക്കിയേ. അതിമനോഹരമായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയത്തെ നമ്മളിവിടെ എത്തിയതാണ്. അന്നേരം നല്ല തിരക്കാണ്. ഇപ്പോഴും നോക്കിയ സന്ധ്യ സമയമാവാറായി, നല്ല തിരക്കാണ് ഇപ്പോഴും. എന്തായാലും നമ്മൾ തിരിച്ച് ഇന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് വെളിയിലേക്ക് പോകുന്ന വഴി. കയറുന്നത് ഇറങ്ങുന്നത് ഒരേ വഴി തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിനിങ്ങനെ അണ്ടർഗ്രൗണ്ട് ഇങ്ങനെ പോയിട്ട് അല്ലേ, ഇങ്ങനെ പോയി കറങ്ങി അതിൽ തന്നെ വന്നു. അപ്പം ഗൈസ്, നിറയെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അവരുടെ ബസ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാം. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളൊക്കെ അതുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല നടപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി. ലൈറ്റൊക്കെ ചാലുവായി, അടിപൊളി. അപ്പം നമുക്ക് ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഭിലാഷാണ് നമ്മളെ കൊണ്ട് കാണിച്ച്. അഭിലാഷ് മുമ്പ് വന്നിട്ടുണ്ട്, എന്നാലും ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാറ്റങ്ങളെന്ന് വന്നു പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെ നമുക്ക് നേരിട്ട് കയറായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ നേരിട്ട് കയറാൻ പറ്റത്തില്ല. അവിടുന്ന് പോയി അങ്ങനെ അണ്ടർഗ്രൗണ്ട് വേണം. ഞാൻ പറഞ്ഞില്ല, അണ്ടർഗ്രൗണ്ട് പോകണം. ഓൺലൈൻ ആക്സസ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പാസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കുറേ ചെക്കിംഗ് ഉണ്ട്. എന്നിട്ട് നമ്മൾ കയറി അവിടെ പോയി കാണാം. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ, അടിപൊളിയല്ലേ കാണാൻ, സൂപ്പറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. കോന്നിയൂർ മനു, അലീന, അപ്നേർ എവിടെ കാണുന്നില്ല, അകത്ത് കയറി. യെസ്, അലീന. അപ്പോൾ നമ്മുടെ അഭിലാഷ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. കോന്നിയൂർ മനു സൈനിങ് ഔട്ട്. ബൈ.